ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു നാടൻ ഊണ്, നാടൻ ഊണ് ആണ് കാണിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഒരുപാട് കറിയൊന്നുമില്ല. ഒരു പാവയ്ക്ക തീയലും പയറ് മെഴുക്കുവരട്ടി ടൊമാറ്റോ പച്ചടിയുമാണ് കാണിക്കുന്നത്. സൺഡേ എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച ദിവസമാണ്, ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഊണ്. നമ്മൾ മറുനാടൻ മലയാളികൾക്കൊക്കെ ഇപ്പം നാട്ടിലെ പോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും കാണത്തില്ല. 2-3 ഐറ്റം വെച്ചുള്ള ഒരു ചെറിയ ഊണ്, അതാണ് ഞങ്ങൾ സൺഡേയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാവയ്ക്ക തീയലിന് വേണ്ടിയിട്ട് ഞാൻ പാവയ്ക്ക അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിഴിഞ്ഞെടുക്കും. അപ്പോൾ ഒരിത്തിരി കയ്പ്പ് കുറഞ്ഞു വരും. അതുപോലെ തന്നെ പയർ ഒടിച്ച് കഴുകി ഒടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് വെച്ചിട്ടുണ്ട്, 4-5 പച്ചമുളക്. അപ്പോൾ എങ്ങനെയാണ് ഊണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ 3 ഐറ്റം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളതാണ്. ഓൾറെഡി ഒരു 12 മണിയായി. നമുക്കൊരു 1:30 ആകുമ്പോൾ ഉണ്ണണം. അപ്പോൾ ഒരു 1.5 hour കൊണ്ട് നമുക്ക് ഊണ് ഉണ്ടാക്കിയെടുക്കണം. नारळ घेऊन गेले राय वो उधर का भी और तोड़ ले, उधर के साइड का. നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ നമ്മളിത് വേവിക്കാൻ വെച്ചു. പുഴുക്കലരിയാണ്. അപ്പം ഈ കുക്കറിന് 2 വിസിൽ വരുമ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിടും. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അരമണിക്കൂർ കഴിഞ്ഞ് കുക്കർ തുറന്നു കഴിഞ്ഞ് വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചത് തിളപ്പിച്ചിട്ട് കുക്കറിൻ്റെ ഈ വാഷർ ഊരിയിട്ട് കുക്കർ ചരിച്ചിടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ചോറ് വെച്ചെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ചോറ് വെക്കാൻ പോവുകയാണ്. നമ്മൾ ചോറ് കുക്കറിലേക്ക് ഇട്ട് വേവാൻ വെച്ചു. നമ്മൾ ചോറ് വെന്ത് വരുന്നത് വരെ കൊണ്ട് പെട്ടെന്ന് തന്നെ പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കടായിൽ 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. റീഫൈൻഡ് ഓയിലാണ്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞങ്ങളിവിടെ റീഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വന്നു. അതിലേക്ക് ഞാൻ പയറും 4 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, അത് കീറിയത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പയറിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൂടി പോകരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഫ്രഷ് പയറാണ് ഈ പയർ. ഇപ്പോൾ ഇതിലുള്ള വെള്ളം ഇറങ്ങി ഇത് വേവും. അതുവരെ നമുക്കിതിനൊന്ന് അടച്ചു കൊടുക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടെ തളിച്ചു കൊടുക്കണം. ഞാൻ പയർ ഒരു 2-3 മിനിറ്റ് ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ പയർ ഒരുവിധം വെന്തു. അടപ്പ് മാറ്റി ഇനി ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. വേറെ ഒന്നും ചേർക്കുന്നില്ല. വെറും മഞ്ഞളും ഉപ്പും പിന്നെ പച്ചമുളകും മാത്രം. ഇവിടെ മെഴുക്കുവരട്ടി നന്നായിട്ട് മൂത്ത് വന്നു. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. തീയലിന് തേങ്ങ വറക്കാനായിട്ട് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ ആ ചട്ടി തന്നെ മെഴുക്കുവരട്ടി മാറ്റി പയർ മാറ്റിയിട്ട് അതിലല്പം എണ്ണയുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ തേങ്ങ വറക്കാനിട്ടു. തേങ്ങയുടെ കൂടെ ഒരു ചെറിയ സവാളയുടെ 1/2 സവാളയും 1.5 ടേബിൾ സ്പൂണ് മല്ലി നമ്മൾ പൊടിയല്ല ഇട്ടത്, മല്ലിയാണ് ഇട്ടത്. മല്ലി പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം.
ഒരു ചെറിയ തേങ്ങയിൽ നിന്നും ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ചു പച്ചടിക്ക് എടുക്കാനുള്ള. ബാക്കി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിലെ തേങ്ങയാണ്. ഇപ്പം നമ്മൾ തേങ്ങ ആവശ്യമുള്ളപ്പോൾ കടയിലൊന്നും പോയി മേടിക്കത്തില്ല. നമ്മുടെ തേങ്ങയിൽ നിന്ന് കുത്തിയിടുക ചെയ്യുന്നത്. കാരണം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാൽ തെങ്ങിൽ നിന്ന് തേങ്ങ കുത്തിയിടാൻ പറ്റും. എപ്പോൾ തേങ്ങ ആവശ്യമുണ്ടോ സരുൺ ഓടിപ്പോയി തേങ്ങ കുത്തിയിടും. ആ സരുൺ തേങ്ങ കുത്തിയിടുന്ന വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചേക്കാം. നമ്മുടെ കുക്കറിൽ ഞാൻ 2 വിസിൽ കൊടുത്ത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കർ തുറന്നു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ട് ആ കുക്കറിൻ്റെ വാഷർ മാറ്റി അത് ഊറ്റിയെടുക്കണം. ഇത് നമുക്ക് രാവിലെയൊക്കെ വളരെ തിരക്കിൽ ചോറ് വെക്കുമ്പോൾ പെട്ടെന്ന് ചോറ് വെക്കാൻ കഴിയുന്ന ഒരു ഐഡിയ ആണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കൂ. വേഗത്തിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചോറ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് അതിലേക്ക് മുളക് പൊടി ചേർക്കാൻ പോകുന്നത്. കാരണം മുളകാണ് ഇടുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് ഈ മുളക് ചേർത്തിട്ട് അത് വറുത്തെടുക്കാമായിരുന്നു. ഇത് മുളക് പൊടിയാണ്, കരിഞ്ഞു പോകും. അപ്പോൾ ഈ ചീനിച്ചട്ടിയുടെ ചൂടിൽ തന്നെ അത് മൂത്ത് വന്നോളൂ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇവിടെ അധികം എരിവൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ 2 സ്പൂണ് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നമ്മൾ ഈ ചീനിച്ചട്ടിയുടെ ചൂടിൽ തന്നെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരും. ഇളക്കി കൊടുക്കണം, കാരണം ചട്ടിക്ക് ചൂടുണ്ട്. ഞാൻ പാവയ്ക്ക തീയൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്ത്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ തീയലുണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കും. നിങ്ങളുടെ ഭാഗത്ത് ചേർക്കാറുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നു. അതിലേക്ക് ഞാൻ ഒരു 1.5 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പാവയ്ക്കയിൽ ഉപ്പ് പുരട്ടി വെച്ചതാണ്. നമ്മുടെ ഉള്ളിയുടെ ഒന്ന് നിറം മാറി വന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് വെച്ച പാവയ്ക്ക നന്നായിട്ടൊന്ന് പിഴിഞ്ഞ്, ഇന്ന് വെള്ളം പോകുന്നുണ്ട്, പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആക്ച്വലി കയ്പൊന്ന് കുറയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പാവയ്ക്ക പിഴിഞ്ഞ് എടുത്ത വെള്ളം അത് അങ്ങ് മാറ്റുകയാണ്. ഉപ്പ് ചേർത്ത് വെച്ചിരുന്ന പാവയ്ക്കയാണ്. ഉപ്പ് തിരുമ്മി 1 മണിക്കൂർ വെച്ചിട്ടാണ് ഞാനത് പിഴിഞ്ഞെടുത്ത് ചേർത്തത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരല്പം ചേർത്ത് കൊടുക്കാം. പാവയ്ക്കായിൽ മഞ്ഞൾ ചേർത്താൽ
കഴിക്കുമെന്ന് പറയും. പിന്നെ ഞാൻ എന്തായാലും ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ കുക്കറിൻ്റെ വാഷർ മാറ്റി കുക്കറിലെ വെള്ളം പോകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്കൊക്കെ ഒരുവിധം ഒന്ന് വെന്തു വന്നു. അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ച് ചേർക്കുകയാണ്. പഴകിയ പുളിയാണ് ഞാൻ ചേർക്കുന്നത്. അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്നത്. ഇത് ആക്ച്വലി പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ്. അത് പണ്ട് നമ്മളൊക്കെ അമ്മൂമ്മമാരൊക്കെ പുളി കുത്തി ഉപ്പ് പുരട്ടി നമ്മുടെ ആക്ച്വലി ഭരണിയിലിട്ട് വെക്കുമായിരുന്നല്ലോ, അതുപോലത്തെ ആ പഴയ പുളി. ഈ പുളി നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് തിളച്ച് ഈ പാവയ്ക്കായിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മുടെ പാവയ്ക്കായിലേക്ക് പുളിയൊക്കെ പിടിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാം. നമ്മുടെ തീയൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ അച്ച് ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്. ഇപ്പോൾ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് ബാലൻസ് ചെയ്താൽ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ ടൊമാറ്റോ പച്ചടിയാണ് ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത്. ടൊമാറ്റോ പച്ചടി വെക്കാൻ വേണ്ടി ഞാനൊരു കടയിൽ വെച്ചു. അപ്പോൾ കടയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു. കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ 4 ചെറിയ ടൊമാറ്റോയും 4 ചെറിയ പച്ചമുളക്, പക്ഷേ എരിവുള്ള പച്ചമുളകാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ടൊമാറ്റോയ്ക്ക് വില കുറവാണ്. ഇന്നലെ 10 രൂപ കിലോയേ ഉള്ളായിരുന്നു. ടൊമാറ്റോയും പച്ചമുളകും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. ഇത് നന്നായിട്ട് അരിഞ്ഞു വരുമ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് അത് ഒന്ന് നന്നായിട്ട് മഷി പരുവത്തിലരി. കടുക് പൊട്ടിയാൽ ഒന്ന് ചതച്ചാൽ മതി. ജീരകവും തേങ്ങയും നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളരിക്കായും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴന്നു വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്തു. ജീരകവും ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും കടുക് കൂടെ ചതച്ചത് ചേർത്തു. ഇതൊന്ന് പച്ച മണം ഇത് മാറിക്കഴിയുമ്പോൾ, തേങ്ങയൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാം. വളരെ നല്ലൊരു പച്ചടിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിലേക്ക് ഫ്രഷ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് അധികം പുളിയുള്ളതല്ല, ഇപ്പം പുളിയില്ലാത്ത തൈരാണ്. ടൊമാറ്റോയുടെ പുളിയുള്ളപ്പോൾ അധികം പുളിയുള്ള തൈരിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പം വളരെ നല്ല ഒരു പച്ചടിയാണ്. ഈ കടയുടെ ചൂടിൽ തന്നെ ഈ തൈരൊന്ന് ചൂടാക്കിയുള്ളൂ. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കരുത്. അപ്പം നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. നമ്മുടെ ചോറും പാവയ്ക്കത്തീയലും പയറും മെഴുക്കുവരട്ടിയും പിന്നെ ടൊമാറ്റോ പച്ചടിയും കൂട്ടിയുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ ഉണ്ണാൻ ക്ഷണിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളിത് യൂട്യൂബ് ചാനലിലാണ് കാണുന്നെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. ഫേസ്ബുക്കിലാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.